പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കനകയും ഗോവിന്ദനും വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. അനിയുടെ വിഷമം മാറ്റാൻ വേണ്ടി നന്ദുവും അനിയും കൂടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എടാ അനി, നീ ഒരു കാര്യം ഉറപ്പിച്ചോ, ആ സിയെ എൻ്റെ കഴുത്തിൽ താലി കെട്ടാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പം നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ ഇപ്പം എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് ജീവിക്കും, നിന്നെ മനസ്സിലിട്ടുകൊണ്ട് എന്ന് പറയുമ്പം ഒത്തിരി ആശ്വാസവും സന്തോഷവും ഒക്കെ ആകുന്നുണ്ട് എനിക്ക്. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ്. ഇങ്ങനൊരു വിവാഹാലോചന അങ്ങോട്ട് ചെന്നു എന്നറിഞ്ഞപ്പോൾ ആകെ ടെൻഷനാണ്. അതുകൊണ്ട് ഓടിപ്പിടിച്ച് കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ്, ആ പയ്യൻ അനി അവൻ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നായിരുന്നോ എന്ന് ചോദിക്കുക. അന്നേരം ഗോവിന്ദൻ ഇല്ല എന്ന് പറയുമ്പം അവരെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കാം എന്നോർത്ത് ഒരു സത്യസന്ധനും മാന്യനും ഒക്കെ ആണെന്ന് അവർ ഓർത്തോട്ടെ എന്നും കൂടി ഓർത്തിങ്ങനെ പറയുവാണ്. ആ പയ്യൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ചില പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, മനസ്സമാധാനം കിട്ടിയല്ല, അതുപോലെ തിരിച്ചും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ ഇവിടെ ചർച്ചകളൊക്കെ നടത്തുന്ന സമയത്ത് അനിയും നന്ദും ഒരുമിച്ചാണ്. അവരൊരുമിച്ച് പുറത്ത് പോയി ജ്യൂസ് കുടിക്കുന്നു. അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് ഒരുമിച്ചാണ്. ഇതൊക്കെ പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചതാണ്.